ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗെന്ന് വെച്ചാൽ എനിക്കൊന്ന് കോഴിക്കോട് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വിട്ട് കണ്ണാവര റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോയാണ്. കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ ആണ്. അത്യാവശ്യം കുറച്ച് തിരക്കുണ്ട്. നമുക്ക് പോകേണ്ട ട്രെയിൻ 6:50 പരശുറാമിലാണ്. അപ്പോൾ ഇത് ഏതൊക്കെ ഭാഗത്തുള്ള ട്രെയിനിൻ്റെ ഡീറ്റെയിൽ ടിക്കറ്റ് കൗണ്ടറാണ് കുറച്ച് തിരക്കുമാണ്. നമുക്ക് ടൈമുണ്ട്, നമ്മൾ 6:38 എത്ര. അപ്പോൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോകണം. അപ്പുറത്തേക്ക് ഈ ഫ്ലൈ ഓവർ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്, മറ്റേ സ്റ്റെയർ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. ഇതാണ് നമ്മളെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ്റെ ക്ലീൻ ആൻഡ് നീറ്റ്. എല്ലായിടത്തും ഇത്ര ക്ലീൻ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ കണ്ണൂരൊക്കെ അധികം റെയിൽവേ സ്റ്റേഷൻ നല്ല ക്ലിയറാണ്, നല്ല നീറ്റുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ സ്റ്റെയർ കയറിയിട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റേ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് എത്തി. അവിടെ ഫാനിൻ്റെ അടുത്ത് ഇരുന്ന് നല്ല ചൂടുണ്ട് ഈ സമയം. പിന്നെ ഇപ്പോൾ രാവിലെ സമയമായി, ട്രെയിൻ വരാനുള്ള സമയമായി. അങ്ങനെ ട്രെയിനിൽ കയറി. ട്രെയിനിലാണ് ഫുൾ റഷ്, സീറ്റ് കിട്ടിയില്ല. പിന്നെ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇറങ്ങി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കിയാലോ, ഭയങ്കര തിരക്ക്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ നിന്ന് റെസ്റ്റോറൻറ്റെല്ലാം ക്ലോസ് ആവും. മറ്റേ മൊത്തത്തിൽ കേരളം മൊത്തത്തിൽ ഗ്യാസിൻ്റെ പ്രശ്നമായിട്ട് ആകെ രക്ഷേണ്ട റെയിൽവേ സ്റ്റേഷനിലെ ഈ ചെറിയ ചെറിയ ടീ ഷോപ്പാണ്. അവിടെ നിന്ന് കോഴിക്കോടൻ സ്പെഷ്യൽ പത്തിരി കഴിച്ച് പിന്നെ വെള്ളം വാങ്ങി വേറെ രക്ഷയില്ല. അവസാനം പോകേണ്ട ടൈം സമയമാറ്. പിന്നെ ഞാൻ ബസ്സിൽ കയറിയിട്ട് കുറച്ച് പോകാണ്ട് ഒരു അരമണിക്കൂറോളം വരാണ് അവിടത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ. ബസ്സിലിരുന്നിട്ട് ഇങ്ങനെ കുറച്ച് കാഴ്ച കൊണ്ട് ഇങ്ങനെ കുറച്ച് വീഡിയോ എടുത്ത് കുറച്ച്. അപ്പോൾ നല്ല ചൂടുമുണ്ട് ബസ്സിൽ, ഇങ്ങനെ കാറ്റ് കിട്ടുന്നതിന് കുറച്ച് ആശ്വാസം. നല്ല വെയിലാണ്. കോഴിക്കോട് ഓരോ ടൗണിലൂടെ നമുക്ക് വരും. നമുക്ക് പോകേണ്ടത് വെസ്റ്റിൽ ഭാഗത്തേക്കാണ്, വെസ്റ്റിൽ ഏരിയയിലേക്കാണ് പോകേണ്ടത്. ബസ്സിൽ ഇരുന്ന് ഇങ്ങനെ ഓരോ സൈഡിൽ ഓരോ കാഴ്ച ഇങ്ങനെ നോക്കി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് പോകേണ്ട സ്ഥലമാണ് കാണുന്ന ബിൽഡിങ്ങിലേക്കാണ് പോകേണ്ടത്. ഞാൻ കുറേ വർഷത്തിന് ശേഷമാണ് കോഴിക്കോട് ഇറങ്ങിയത്. ഏകദേശം 10 വർഷത്തിന് മുകളിലായി. അപ്പോൾ കോഴിക്കോട് റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകാം. അങ്ങനെ തിരിച്ച് ബസ്സിൽ കയറി. എൻ്റെ പോയ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരുപാട് ടൈം എടുത്ത്, നല്ല ഡിലേ ഉണ്ടായിന്. അവർ എന്താ പറയുക, കറക്റ്റ് മറ്റേ പ്ലാനിങ് അല്ല, ഭയങ്കര ഡിലേ ആയി. അങ്ങനെ തിരിച്ച് ബസ് കയറി. പിന്നെ ട്രാഫിക്ക് കുടുങ്ങി. കോഴിക്കോടാണല്ലോ ട്രാഫിക് അറിയാമല്ലോ. അങ്ങനെ ബസ് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നടന്നു പോയി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൻ്റെ ഉള്ളിലേക്ക് കയറണം. മറ്റേ നമ്മളെ ടൈം ആയിട്ടില്ല, 2:15 ട്രെയിന് തിരിച്ച് നാട്ടിലേക്ക്. നല്ല ചൂട്. ഫുഡ് കഴിക്കാനാണെന്ന് വെച്ചാൽ റെസ്റ്റോറൻ്റ് ഇല്ല. രാവിലെ കഴിച്ചാൽ പിന്നെ പ്ലാറ്റ്ഫോം നമ്പറിൽ 4ലേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ എക്സലേറ്റർ ഉള്ളതുകൊണ്ട് കുറച്ച് ആശ്വാസം. വിശക്കുന്നുണ്ട്, ടയേർഡുമായി. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും വെള്ളം വാങ്ങി കുടിക്കണം. ഇവിടെ വെച്ചാൽ പ്രത്യേകിച്ച് റെസ്റ്റോറൻ്റ് ഇല്ല. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് നമ്മളെ നാട്ടിലത്തെ പോലെ റെസ്റ്റോറൻറ്റ് കുറവാണ്. തിരിച്ചങ്ങോട്ട് ആൾ കുറവാണ്, അത്ര റഷില്ല. അപ്പോൾ നമ്മളെ ട്രെയിനിൽ വന്ന് സമയം കുറച്ച് ലേറ്റ് ആയിരുന്നു. ട്രെയിന് വരേണ്ട ടൈം 2:30 മണി ഏകദേശം ആയിരുന്നു ട്രെയിൻ വരാൻ. അപ്പോൾ ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ കോച്ച് നോക്കിയിട്ട് വേണം കയറാൻ. അപ്പോൾ ഏകദേശം കോച്ച് വരുന്ന പൊസിഷനിലാണ് ഞാൻ നിന്നത്. കുറേ അങ്ങനെ നടക്കേണ്ട ആവശ്യം വന്നിട്ട്
അങ്ങനെ ആ ട്രെയിനിൽ കയറി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനോട് കോഴിക്കോടും ഇങ്ങനെ വിട പറഞ്ഞ് ഇനി എപ്പോഴെങ്കിലും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നോക്കാം. അപ്പോൾ എന്താ പറയുക, കോഴിക്കോടിനെ വിട പറഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Train number 1615 Chennai Report Bangalore Central Express has arrived on platform number 1. यात्रीगण कृपया ध्यान അങ്ങനെ ഞാൻ കണ്ണവര റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിന് സ്റ്റോപ്പായിട്ട് വേണം ഇറങ്ങാൻ. അങ്ങനെ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് തന്നെ എത്തി. പോയ പരിപാടി നടന്നിന്, പക്ഷേ ഭയങ്കര ഡിലേ സംഭവിച്ചു പോയി. എന്താ ചെയ്യുക, ഇനി നേരെ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് വേണം ഒന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ. ഓക്കെ, ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.